പവർ ടോക്സ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞാൻ ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു. ലൈവ് ഞാൻ പിന്നെ പ്രൈവറ്റ് ആക്കി. പിന്നെ എനിക്ക് റിപ്പീറ്റഡ് കണ്ടന്റ് ആയിട്ട് ഇടാനുള്ള ഒരു മടിയുണ്ട്. ഞാനൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗൾഫിലുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ അവിടെയുള്ള പോലീസ് സംവിധാനത്തിലുള്ള ഒരു വ്യക്തിയുമായി ഇടപെട്ടിരുന്നു. പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും സപ്പോർട്ടീവായി ചെയ്തു തരാം, കംപ്ലൈനർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുൻപോട്ട് പോകാം, ഇവൻ്റെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിച്ച് അത് കൃത്യമായി നടപടി എടുക്കാം എന്നെനിക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ ഇത് അതല്ല, ഇവൻ്റെ പേര് ജോണി എന്നുള്ളതാണ്. ഇവൻ ഈ നാട്ടിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടി, അതും 3 മക്കളുടെ ഉമ്മായെ ഇവൻ വളച്ചെടുത്ത് സെക്സ് നടത്തിയതിന് ശേഷം അത് വെച്ച് ആ പെണ്ണിനെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമുക്ക് ഇതിങ്ങനത്തെ പരിപാടിയൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഗതിയാണ്, താല്പര്യവുമില്ല. നമ്മളെയൊക്കെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്ന് വാട്സപ്പിലും മറ്റോ പറഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും, പൊയ്ക്കോ എന്ന് പറയും. പിന്നെ അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള സമ്പർക്കവും വെക്കുന്ന ആളല്ല ഞാൻ. ഈ പെൺകുട്ടി ഒരു പടി കൂടെ പോയിട്ട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാനിത് കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന എല്ലാം തലകുലുക്കി കേട്ടു, ഒന്നും എടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ എന്നെ വിളിക്കുന്നതിന് മുമ്പേ ഓർത്തോണം, തലങ്ങും വിലങ്ങും ഞാൻ ക്യാമറയും കൊണ്ട് കിടക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ച് കളിക്കണം. ഇനി നിൻ്റെ ഐഡൻറ്റിറ്റിയും കൂടെ ഞാൻ റിവീൽ ചെയ്യും. കാരണം അനാവശ്യമായിട്ട് ഒരു ഇഷ്യൂവിൽ എന്നെ കൊണ്ടാക്കിയിട്ട് നീ ഓടിക്കളയാന്ന് വിചാരിച്ചാൽ നടക്കണ കേസല്ല. അപ്പോൾ ഇവൾ എന്നോട് സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗം നമുക്കിവിടെ കേൾക്കാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു അന്നേരത്തിനും ഈ വ്യക്തി എന്താണ് ഇപ്പൊ 1.5 മണിക്കൂർ ടോക്ക് ഉണ്ട്. പറ്റാം ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്, നമ്മൾക്ക് സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാവുമ്പോ പ്രത്യേകിച്ചും വീണു. ഞാൻ ഒരു വാപ്പ നോക്കാത്ത ഒരു കുട്ടിയാണ്. പിന്നെ എന്റെ ഉമ്മ ജോലിക്ക് പോയിട്ടൊക്കെയാണ് ഞങ്ങൾ 3 മക്കളിനെ വളർത്തിയിട്ടുള്ളത്. ആ നേരത്തിനും എന്താണ് ഈ ഉമ്മ, ഞാൻ എന്റെ വീട്ടിലെ മൂത്ത കുട്ടിയാണ്, ഞാനാ മൂത്തത്. അപ്പൊ ഉമ്മാക്ക് എന്താ പറയാ ഈ ജോലി എടുത്ത് ഞങ്ങളെ സ്നേഹിക്കാനൊന്നും ഉമ്മക്ക് സമയവും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയല്ല. കാരണം ഉമ്മ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യല്ലേ ജീവിതത്തിനോട്. അപ്പൊ അന്നേരത്തിന് എനിക്ക് പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും എന്താ പറയാ ഒരു ഉമ്മ മകനായിരുന്നു ഹസ്ബൻഡ്. ഉമ്മ എന്ത് പറയുന്ന അതുപോലെ കേട്ടിട്ട് നമ്മളെ ദ്രോഹിക്കുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷവും സ്നേഹവും കിട്ടിയപ്പോ അതെന്റെ ഭാഗത്ത് വന്ന തെറ്റ്. പക്ഷെ എങ്കിൽ പോലും അജ്മാനിലോട്ട് വരാൻ പറഞ്ഞ് ഇവര് വിളിച്ചു. അജ്മാനിലോട്ട് വരണം, അതായത് സെക്ഷലി ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഞങ്ങൾ ഫോണിലൂടെ ഉണ്ട്. അവർക്ക് നാട്ടിലോട്ട് വരാൻ പറ്റില്ല. വരാൻ പറ്റില്ല. എന്തോ ഒരു കേസ് പെട്ട് കിടക്കുകയാണ് അവിടെ ഗൾഫില്. അപ്പൊ അങ്ങനെ ആയിട്ട് അവർക്ക് നാട്ടിലോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു എന്തൊരു കേസ് പറഞ്ഞ അതെന്തോ ഒരു, ഇപ്പൊ എന്റെ അടുത്ത് അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് എന്തോ ഒരു ഷോപ്പ് പരമായിട്ടുള്ളതാണ്, അല്ലാതെ വേറെ കേസും കാര്യങ്ങളും പെണ്ണുപിടിയും അങ്ങനത്തെ കേസൊന്നുമല്ല. എന്തോ ഷോപ്പ് പരമായിട്ട് എന്തോ ആരോ ചതിച്ച കേസാണെന്നൊക്കെയാണ് പറയണത്. എനിക്ക് സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പൊ ഇത്തരം കേസായിട്ട് നാട്ടിലോട്ട് വന്നിട്ട് 6-7 വർഷമായി. എനിക്ക് വരാൻ പറ്റില്ല പെട്ടെന്നൊന്നും. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ എന്നെ വിളിക്കുമായിരുന്നു. എനിക്ക് ഇപ്പം സംഭവം സത്യം തന്നെ, ഞാൻ സ്നേഹിച്ചു പോയി. പക്ഷെ എങ്കിൽ പോലും ഈ മക്കളിനെ പിരിഞ്ഞ് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. മക്കളിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ 3 മക്കളിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല, ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. മക്കൾക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, അവരെ സംരക്ഷിക്കാനുള്ള എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത് അങ്ങനെ സംബന്ധിച്ച് അവർക്ക് പൈസ കൊടുത്താൽ മാത്രം പോരല്ലോ. എനിക്ക് അവരെ കാണണം, അവർക്ക് എന്റെ സാമീപ്യം വേണം, അതെല്ലാം വേണ്ടേ. അപ്പൊ ഞാനത് ഏട്ടന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുട്ടികളിലോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരത്തിനും ഇവര് എന്താ പറയാ ഇതിന് നമ്മളിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോയത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ അവരിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അവര് ഒഴിഞ്ഞൊരു രീതി എന്ന് പറയുന്നത് നമ്മളിനെ മോശക്കാരിയാക്കിയിട്ടാണ് അവര് ഒഴിയാൻ ശ്രമിച്ചത്. അങ്ങനെ നമ്മളിനെ വേണ്ടാത്തത് പറഞ്ഞ് നിനക്ക് വേറെ വല്ല ബന്ധവും ഉണ്ടാവും, അതായിരിക്കും നീ, അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്ക് സംസാരിച്ച് നമ്മളിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒഴിഞ്ഞെന്നാ ശരി, നിനക്ക് നിന്റെ മക്കളാണ് വലുതെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് പിരിയാ, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് നമ്മളിനെ മോശക്കാരിയാക്കി സംസാരിച്ച് അവര് നമ്മളിൽ നിന്ന് അങ്ങ് പോയെന്ന സമയത്തേക്കും ഞാന് എന്താ പറയാ ലൈവില് വന്ന്, എന്റെ ബുദ്ധിമോശമാണത്, എന്റെ സങ്കടം കൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ്. എന്നെ ബ്ലോക്ക് ചെയ്ത സമയത്തേക്കും ഞാൻ എങ്ങനെ അവര് എന്റെ ചീത്തയൊക്കെ പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങ്
ബാത്റൂമിൽ പോയ സമയത്തേക്കും ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ലൈവിൽ പോയിട്ട് ഞാൻ കമന്റ് ഇട്ടു, ബ്ലോക്ക് മാറ്റണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരച്ചിലും പിടിച്ചിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതൊന്നും. അപ്പോ അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇഷ്യൂ ആയി. സോഷ്യൽ മീഡിയയിൽ ഒരു ഇഷ്യൂ ആയ സമയത്തേക്ക് എന്താ പറയാ, ഈ സാനു ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില്. പവർ ബ്രോ എന്ന് പറഞ്ഞ തേനൊലിപ്പിക്കുമായിരുന്നു സാനു. അവർ അടയും ചക്കരയും പോലെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ ഈ ഞാൻ പവറിനെതിരെ വേണ്ടാത്തത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സാനു എന്നെ ഭയങ്കര തെറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലൈവില്. അത് കാരണമാണ് ഞാന് സനുവിന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഇതിട്ടത്, ഇതില് ഇൻസ്റ്റഗ്രാമിൽ വോയിസ് ഇട്ടു, ഞാൻ കള്ളം പറയുന്നതല്ല, നിങ്ങൾ കാര്യം അറിയാതെ എന്നെ പറയണ്ടെന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടു. അന്ന് ഞാൻ ആ വിട്ട വോയിസ് ഒരു റിപ്ലൈയും തരാതെ എന്താണ് നീ CVT-യുടെ കൂടെ അതായത് ചീത്ത വിളിക്കാത്ത തമ്പുരാന്റെ കൂടെയൊക്കെ ചേർന്ന് നീ കള്ളം പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സാനു എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇന്നിപ്പോ ഇതിന്റെ പൂർണ്ണ രൂപം ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും. അതിനകത്ത് വ്യക്തമായി ആ പെൺകുട്ടി പറയുന്നുണ്ട്, നീ അവളെ ട്രാപ്പ് ചെയ്ത വിധം, നീ ബ്രോ എന്ന് വിളിക്കണമെന്ന് അവളോട് നിർബന്ധിച്ച വിധം, നീ അവളെ അജ്മാനി കൊണ്ടുപോകാൻ വേണ്ടി നീ അവളോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം, നീ അവളുമായിട്ട് സെക്സ് ചാറ്റ് നടത്തി എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ആ പെണ്ണ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുമുണ്ട്. ഇപ്പൊ അവൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുൽസിതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പെണ്ണിനെ തിരക്കി എങ്ങോട്ടും പോയിട്ടില്ല. സനുവിന്റെ കയ്യിലേക്ക് അവള് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. അന്ന് നിന്റെ ഒപ്പം നിന്നതുകൊണ്ട് സനു അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം സനുവിനെ നീ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് CVT പറഞ്ഞു വിട്ട ചാരത്തിയാണെന്നും അല്ലാതെ ഈ പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിച്ച സനുവിനാണ് തെറ്റുപറ്റിയത്. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കുന്നു? നീ വായ്കീറി മോങ്ങി കരഞ്ഞ് നിലവിളിച്ച് അവളടുത്ത് കൊണ കാണിക്കുന്ന ഒരു പിക്ചർ അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓൺ ടൈം പിക്ചറാ, ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റൂ. മോളെ, 2-3 മൊബൈൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുടെ അടുത്ത് നീ ഓൺ ടൈം പിക്ചർ അയക്കരുത്. അവരപ്പോഴേ അത് സ്ക്രീൻഷോട്ട് എടുക്കും. അമ്മാതിരി ഒരു സർക്കസും എടുക്കുന്ന സാധനമല്ല നീ. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ വന്ന് അപ്രോച്ച് ചെയ്യുമ്പം ഈ ഇരിക്കുന്ന വ്യക്തിയുടെ ഒരു ഇതും കൂടെ മനസ്സിലാക്കുക. അത് അപ്പോഴേ തന്നെ ക്യാപ്ചർ ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. ഞാനത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇവനൊരു ചാനലുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ഷെഫീനായ വെല്ലുവിളിക്കുകയാണ്. നീ ഷെഫീനായ വെല്ലുവിളിച്ച സ്ഥിതിക്ക് പൊതുജനം മനസ്സിലാക്കണമല്ലോ എന്താണ് നടന്നെന്നുള്ളത്, മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഇവൻ്റെ ചാനൽ എടുക്കാം. പവർ ടോക്സ് എന്നാണ്. മുഖം കാണിക്കാതെയാണ് മെജോറിറ്റി അവ ഇരിക്കാറ്. ഇതാണ് ആള്. അജ്മാനിലാണ് ഇവൻ താമസം എന്നാ പറയുന്നത്. അജ്മാനിലെ താമസമുള്ള ഇവൻ മുസ്ലിം പെൺകുട്ടിയായ 3 മക്കളുടെ ഉമ്മായെ സെക്സ് ചാറ്റിൽ കൂടെ പ്രലോഭിപ്പിക്കുക മാത്രമല്ല, അജ്മാനിലേക്ക് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും അവളുടെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി അവന് വേണ്ട കാര്യങ്ങളൊക്കെ സാധിക്കുകയും ആ വീഡിയോ കയ്യിൽ വെച്ച് അവളെ ത്രട്ടൻ ചെയ്യുകയും ചെയ്തു എന്ന് അവളാണ് വന്ന് പറഞ്ഞത്. ഷെബീനയല്ല. ഷെബീനയ്ക്ക് ആ പരിപാടിയില്ല. അങ്ങനെ ഷെബീനായ ആരും അങ്ങനെ വാട്സപ്പ് കോളി വിളിക്കാറുമില്ല. വിളിച്ചാലും ഇമ്മാതിരിയുള്ള ഒരു റിലേഷൻഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യാറുമില്ല. അറിയാതെ തെളിവില്ലാതെ സംസാരിക്കുക ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം ഇട്ട ആ വോയിസ്. ഒരുപാടുണ്ട് ആ വോയിസ് ഫുള്ള്. അവൾ എന്നെ എപ്പോഴൊക്കെ വിളിച്ചോ. ശല്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ ശല്യമായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു 100 കോള് ഇതാ 100 കോള് വന്നിട്ടുണ്ട്. ആദ്യം അവൾ ഓൺ ടൈം ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ ഇതെടുത്തു. എന്താ നിങ്ങൾക്ക് പ്രശ്നം അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനത് ഓപ്പൺ ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ ഒക്കത്തില്ല. ഓക്കെ, ഞാനത് കാണിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ജിനൂസിനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ സമയത്ത് ഇത്താടെ സംസാരം കഴിഞ്ഞിട്ട് ചോദിക്കാൻ വിചാരിച്ചു, പിന്നെ മറന്നു. ഒന്ന് ഞാൻ വിളിച്ചോട്ടെ, ടൈം ഓർത്തോണം. 5 മണി, രാത്രി 10 മണിക്ക് വിളിച്ചിട്ടുണ്ട്, 12 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ടൈമിലൊക്കെ ഇതൊക്കെ ഞാൻ സേവ് ചെയ്ത് റെക്കോർഡ് ചെയ്തെടുത്തതാണ്. വാട്സപ്പിൽ കോള് വിളിച്ചിട്ടും കാര്യമില്ല. ഈ മൊബൈല് അത്രയും നമ്മൾ മെനക്കെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചതായിട്ട് വാട്സപ്പ് കോള് വിത്ത് സ്ക്രീൻ റെക്കോർഡോട് കൂടി ഇത് റെക്കോർഡാകുന്ന സാധനമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ A to Z റെക്കോർഡ് എനിക്കുണ്ട്. ഇനി ഈ വിളിച്ച കുട്ടി നിൻ്റെ ഒപ്പമല്ല, അല്ല നിൻ്റെ ഒപ്പം ചേർന്നിട്ട് എനിക്കിട്ട് പണി തരാനാണ് വിളിച്ചതെങ്കിൽ അവളുടെ വീട് കൂട് കുത്യാദി ഉൾപ്പെടെ ഉള്ള സാധനം നാളത്തേക്ക് എൻ്റെ കയ്യിലേക്ക് എത്തുന്ന കണക്ക് സൈബറിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ എടുക്കത്തില്ല.
വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പബ്ലിക്കിൽ തന്നിട്ടുള്ളത്. ഇവനെ സൂക്ഷിച്ചു കൊള്ളുക. അതായത് പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള പെണ്ണുങ്ങളെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഉറച്ച കാര്യമാണ്. ഇവനെപ്പറ്റി ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല പരാതികൾ വരുന്നത്. ഇതിന് മുൻപും പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇത് വിശ്വസിച്ചത് ഇവന് ശത്രുക്കൾ ഉള്ളത് കൊണ്ട് ആ ശത്രുക്കൾ ഇവനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇതാണെന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാൽ നമ്മൾ ഇവനെ തെറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് സനുവിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം സനുവും അതുകൊണ്ടാണ് മാറി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിയെ അറിയുന്ന ആരെങ്കിലും എന്നെ കോണ്ടാക്ട്, ഇവൻ്റെ നമ്പർ അവൾ തരൂലെന്ന് പറഞ്ഞു. എടി നിനക്ക് ഭ്രാന്തുണ്ട്, അവൻ്റെ നമ്പർ എടുക്കാൻ എനിക്ക് എത്ര നിമിഷം വേണം? ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇവൻ്റെ അടുത്ത്, ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഇഷ്യൂ വന്ന സമയത്ത് ഇവനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് മൈഥിലി സർക്കാരാണ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴവരല്ല തന്നത്, അന്നേ തന്ന നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ കൊണ്ട് നീ എത്ര ദൂരം പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ 3 മക്കളുടെ ഉമ്മച്ചിയായ ഈ തള്ള ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ഈ തള്ളക്ക് ഇതിൻ്റെ വല്ല കാര്യവുമുണ്ടോ? അപ്പം ഇന്നലെ ഞാൻ ഒരുപാടങ്ങ് അഴത്തത്തിൽ പറയാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഉള്ള ഒരു സ്ത്രീക്ക് ഇത് എന്തിൻ്റെ കിഴപ്പാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൾ അതിന് ജെന്യുവനായിട്ടൊരു മറുപടി, എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കാരും ചെലവിന് തരുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല. അപ്പോൾ ഇവനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൻ്റെ ആവശ്യങ്ങൾ നടന്നു. അവൻ ഡെയിലി വിളിക്കും വാട്സപ്പിൽ. എന്നിട്ട് അവനുമായിട്ട് നല്ല പോലെ അങ്ങ് സെക്സ് പരിപാടിയായിരുന്നു വാട്സപ്പ് ത്രൂ. കയ്യിലിരിപ്പ് കൊണ്ടാണ് കിട്ടിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളുടെ മണ്ടത്തരം. ഇവൻ്റെ മൂത്ത മകളോ മകൻ്റെയോ പ്രായം മാത്രമാണ് ഈ കുട്ടിക്കുള്ളത്. അത്രയുള്ള ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പോലും അവൻ സെക്ഷുവൽ അസാൾട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഇരുന്നു കൊണ്ട് മാന്യം ചമയുന്നുണ്ടെങ്കിൽ, തെളിവില്ലാതെ ഷെഫീനെ സംസാരിക്കില്ല എന്ന് വേണം. ബോധ്യമുള്ള ഒരു കാര്യത്തിനല്ലാതെ ഞാൻ ഇന്നവരെ മയക്കം കൊണ്ട് ഇറങ്ങിയിട്ടില്ല. അതിന് താല്പര്യമില്ല. എൻ്റെ എവിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ വരാറില്ല. എവിഡൻസ് ഉണ്ട്, ഇങ്ങോട്ടാണ് വിളി വന്നത്, എന്നോട് വന്ന് പരാതി പറയുകയാണ് ചെയ്തത്. നിനക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഈ പറയുന്ന വക്കീലിൻ്റെ സപ്പോർട്ട് വരെ അവളിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം അവൻ വിദേശത്തിരുന്നുകൊണ്ടാണ് ചെയ്തത്, ഇവിടെ നിന്നുകൊണ്ടല്ല. നിന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്സപ്പ് ത്രൂ ഉള്ള ഇതാണ്. അപ്പം നീ അതിനകത്ത് ഇതുണ്ട്. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം നീ ചെയ്തതിന് നിന്റെ ഹസ്ബൻഡ് നിനക്കെതിരെ കൊടുത്താൽ നീ തൂങ്ങുന്നതിനപ്പുറം അവനെ തൂക്കാനൊക്കത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവയർനെസ് കൊടുക്കുക എന്നാണ്. ഇന്ത്യയുടെ നിയമമല്ല, ദുബായിലെ നിയമം. അവിടുത്തെ പോലീസുകാർ ലോക പോലീസിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ പോലീസ് എന്ന അവാർഡ് വിന്നേഴ്സാണ്. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞാൽ ഇവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും ഇവൻ എത്ര പെണ്ണുങ്ങളുമായി സെക്സിൽ ഈ ഒരു വിധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സ്ക്രീൻ ചെയ്ത് ഇവന് ശുദ്ധമായ പണിഷ്മെൻറ്റ് കിട്ടും. ഇവന് 6-7 കൊല്ലമായിട്ട് നാട്ടിൽ വരാൻ പറ്റാതെ അവിടെ മുടങ്ങിക്കിടക്കുകയല്ലേ, ഇവനെ നാട്ടിലേക്ക് അയച്ചോളൂ അവർ. അതാണ് ഞാൻ മെനക്കെടാൻ പറഞ്ഞത്. ഇവൻ്റെ നമ്പർ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് ആ നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾ അവ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവൻ്റെ മുദീറിൻ്റെ പേരെന്താണ്, പറ്റുമെങ്കിൽ എനിക്ക് ആ അറബിയുടെ നമ്പറും കൂടെ ഒന്ന് സംഘടിപ്പിച്ച് തരണം. അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആ രാജ്യത്ത് വന്ന് കിടന്ന് ജോണി എന്ന് പറയുന്ന ഇവൻ മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ പോക്കൃത്തരത്തിന് അവിടെ എന്ത് നടപടി എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. പവർ ടോക്സ് എന്നാണ് ഇവൻ്റെ ചാനലിൻ്റെ പേര്. അവിടെ കിടന്നുകൊണ്ട് വായ്ത്താൾ അടിക്കുന്നത് എൻ്റെ പട്ടിയും തിരിഞ്ഞു നോക്കൂല. നീ എന്ത് വേണോ വാഴ പറഞ്ഞോ. പക്ഷേ സ്ത്രീലമ്പടനായ പൊടി പെണ്ണുങ്ങളെപ്പോലും, അതും ഭർത്താവും കുട്ടികളുമുള്ള പെണ്ണുങ്ങളെപ്പോലും വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും അവരെ അബ്ജുമാനി കൊണ്ടുപോയി മറ്റാണുങ്ങൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത നിന്റെ ക്വാളിറ്റി എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞത്. ഇനി പലരും വിചാരിക്കും എനിക്ക് ഇവനോട് എന്തെങ്കിലും ശത്രുത ഇടണം. ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇവനും തമ്മിൽ ഒരു വഴക്കുമില്ല, ഒരു വഴക്കിലുമില്ല. സനുവും ഇവരും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അപ്പോഴും ഞാൻ മാറി നിന്നിട്ടുള്ളതാണ്. എനിക്ക് ആ വിഷയത്തിലേ താല്പര്യമില്ല. അവർ അന്ന് ഞാനൊരു ലൈവ് ഇട്ട് പറഞ്ഞത്, എനിക്ക് ഈ പറയുന്ന വ്യക്തികൾ ആരുമായിട്ടും ഒരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ വടിയെ നോക്കി നിൽക്കുന്നവരാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണെന്നൊരു നരേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതല്ല. മുഴുക്ക എനിക്ക് ഇന്നലെ കിട്ടിയ എൻ്റെ ഇൻഫോർമേഷൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ എവിഡൻസ് ഉണ്ട്. ആ പെൺകുട്ടിയുടെ നമ്പർ വേണമെന്നുള്ളൊരു പറയുക. അവളുടെ മഹല്ലേതെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമം നടത്തുന്നുണ്ട്. അവിടുന്ന് ആ പയ്യനെ തനിയെ വിളിച്ചു വരുത്തും. ഈ കാണിച്ച പോക്കൃത്തരത്തിന് അവനെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതെ ഇത് അമിക്കബിളി സോൾവ് ചെയ്ത് ആ കുടുംബം നല്ലപോലെ പോകുന്ന രീതിയിലാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. പിരുത്തു വിടുകയല്ല, ചേർത്ത് വെക്കുകയാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ പെണ്ണിനൊരു ശുദ്ധമായ വാണിംഗ് കൊടുക്കുക അനിവാര്യമാണ്. കാരണം 3 കുട്ടികളുടെ ഭാവി അവളിൽ കൂടെയാണ്. ഇത്തരം പോക്കൃത്തരങ്ങളും കടിമൂത്ത പെണ്ണുങ്ങളെയും ഉപേക്ഷിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. ഒരു ചാൻസും കൂടെ അവൾക്ക് കൊടുക്കും. മര്യാദയ്ക്കാണെങ്കിൽ അവൻ്റെ ഒപ്പം ജീവിക്കാൻ, അല്ലാത്ത പക്ഷം അവൻ കളഞ്ഞിട്ട് പോകട്ടെ. ഇനിയും മനസ്സിലാക്കാൻ വേണ്ടി പെണ്ണുങ്ങളെടുത്ത് പറയുന്നതാണ്, ഭാര്യ ഉള്ളവരും ഭർത്താവ് ഉള്ളവരുമൊക്കെ ഇത്തരം പരിപാടികൾ ചെയ്താൽ ഇപ്പോൾ നിയമം മാറിയിട്ടുണ്ട്. നിയമം അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ ചതി കാണിച്ചാൽ
ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നീക്ക് ഉണ്ടതിനും, അത് മറന്നു പോകണ്ട. അവൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, അവൻ്റെ മക്കൾ വീട്ടിലുണ്ട്, അവൻ്റെ മൂത്ത കൊച്ചിൻ്റെ പ്രായമുള്ള ഒരു പെണ്ണുമായിട്ട് അവൻ വാട്സപ്പിൽ കൂടെ സർവത്ര ചാറ്റിങ്ങും സർവത്ര സെക്സും നടത്തിയേക്കുന്നു. അതായത് വീഡിയോ കോൾ വിളിച്ച് രണ്ടും കൂടെ പരസ്പരം അങ്ങ് കാര്യമായിട്ട് നടത്തിയേക്കുന്നു. എന്നിട്ട് ഇരുന്നു കൊണ്ടാണ് സനു അവനെ പ്രേമിച്ചെന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ ഈകഴ്ത്തി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ആദ്യം ഈ പെണ്ണ് പരാതി പറഞ്ഞപ്പോൾ ഒരാളും വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ഈ പെൺകുട്ടി പറയണം നുണയാണെന്ന് അവൻ അങ്ങ് ഇരുന്ന് പറയുക. എല്ലാവർക്കും അവനെ വിശ്വസിച്ചു. സിസ്റ്റർ ഇതാണ് കളി. ഞാനും പോയി കേട്ടിട്ടുണ്ട്. അവൻ പാടും, പാട്ടാൻ ഞാൻ കേൾക്കാൻ പോകും. നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അവൻ പാടും. അതുകൊണ്ട് നമ്മളവിടെ പോയിരുന്ന് കേൾക്കും. പെൺകുട്ടികളെ വളയ്ക്കാൻ, പെൺകുട്ടികളെ ചതിക്കാൻ അവൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് അവൻ തുറന്നു വെച്ചിരിക്കുന്നത്. ഇനി എന്നെ കാണുന്ന ആരെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ യൂട്യൂബ് പോളിസിയിൽ ഒരു കത്ത് എഴുതുക, മെയിൽ അയക്കുക. ഇവൻ ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മുഖം കാണിക്കാതെ ഇവൻ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഇതിനു വേണ്ടിയാണ് ഇവൻ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു മെയിൽ അയച്ചാൽ പകുതി പ്രശ്നം യൂട്യൂബ് പരിഹരിച്ചു തരും. അങ്ങനെയുള്ള തോന്നിവാസമൊന്നും അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇവൻ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്ത്രീ വിദ്വേഷമാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇത് പബ്ലിഷ് ചെയ്യാതിരിക്കാനുള്ള നിയമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്ത്രീകളെ അവഹേളിക്കുന്ന പുരുഷൻ്റെ ചാനൽ അടിച്ചു കളയാൻ ഈസിയാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. മാക്സിമം പോവുക, അവൻ്റെ ചാനലിലുള്ള വീഡിയോസ് എടുക്കുക, റിപ്പോർട്ട് അടിച്ച് ദൂരെ കളഞ്ഞേക്കുക. അതാ വേണ്ടത്. പോളിസിയൊക്കെ ശക്തമാവുന്ന സമയത്ത് പലർക്കും ചാനലുകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ചാനൽ എന്നതിനുപരി ഒരു വ്യക്തിയാണ് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ ചാനലിൽ പോയി ഇത്ര നാളിൽ എനിക്ക് പുതിയ ചാനലിന് അത്രയും റീച്ച് കയറി. എനിക്ക് ഈ റീച്ച് കണ്ടിട്ട് കണ്ണും മുന്നലിക്കുന്നതൊന്നുമില്ല. പക്ഷെ സത്യത്തിൽ ഒരു കാര്യം പറയാം, ചാനലിനേക്കാൾ ഉപരി നമ്മളെന്ന വ്യക്തിക്കാണ് മൂല്യം വെക്കേണ്ടത്. ഇവൻ്റെയൊക്കെ എത്രയോ ചാനലുകൾ അടിച്ചുപോയി. എന്നിട്ടും വീണ്ടും വീണ്ടും പെൺകുട്ടികൾ അവൻ്റെ ഈ ട്രാപ്പിൽ പോയി പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വയരക്ഷ നേടുക, അല്ലാത്തവർ വീണ്ടും പോയി ഈ പറയുന്നവൻ്റെ കൃസംഗീട സാമാനത്തിൽ കയറി നിൽക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ദുബായിലുള്ള മുസ്ലിംസിൻ്റെയോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിനെ അവൻ പിഴപ്പിക്കാനും, ഭർത്താവുള്ള കുട്ടികളുള്ള ഒരു പെണ്ണെ പിഴപ്പിക്കാനും, അവിടെ കൊണ്ടുപോയി മറ്റുള്ളവന്മാർക്ക് കാഴ്ച വെക്കാമെന്ന് അവൻ പ്ലാൻ ഇടുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നെയാണ്. ഇവൻ്റെയൊക്കെ വീട്ടിലൊരു പെണ്ണിനെ പ്രണയിച്ചിപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ തന്നെ അവന്മാർ എന്താ ചെയ്യുക? ഇത് ഭർത്താവും കുട്ടികളുമുള്ള ഒരുത്തിയാണ് അവൻ അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള മൗനമാണ് നമ്മളെ യവന്മാർ ഇത്രയും അളപ്പതിച്ച് വർത്താനം പറയണത്. ഒന്നോർത്തോണം, ഇവൻ എന്നോട് മിണ്ടാതായത് എപ്പോഴും മുതലെന്നറിയാമോ? ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സപ്പോർട്ടീവ് സംസാരിക്കുന്ന സമയം തൊട്ടാണ് ഇവൻ്റെ അടുത്ത് മിണ്ടാതായത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ക്രിമിനലായ കൃസംഗി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബിക്കോസ് തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആർക്ക് വേണമെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആ തെളിവുകൾ പാസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.